കെ സുധാകരനെ പോലെയുള്ള കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവിന്റെ തിരഞ്ഞെടുപ്പ് വീഡിയോ. ആ വീഡിയോയിൽ ഒറ്റവാക്കിൽ എടുത്തു പറഞ്ഞാൽ എന്തുകൊണ്ടും വിളിച്ചോതുന്നത് പച്ചയായ സ്ത്രീ വിരുദ്ധതയാണ്. ആ ദൃശ്യത്തിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ, കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് കെ സുധാകരൻ അല്ലെങ്കിൽ ആ ദൃശ്യത്തിന്റെ അണിയറ പ്രവർത്തകർ മാപ്പ് ചോദിക്കേണ്ടിയിരിക്കുന്നു. അതിൽ യാതൊരു സംശയവും വേണ്ട. മറ്റൊരു കാര്യം, ആ ദൃശ്യം കടന്നു വന്നതിന് മണിക്കൂറുകൾക്കകം തന്നെ ദൈവം ഒരു നല്ല മറുപടി കെ സുധാകരന് നൽകിയിരിക്കുകയാണ്. ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുന്ന ആ ദൃശ്യത്തിന്റെ സന്ദേശത്തോട് ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്തൊക്കെ നടക്കും എന്നുള്ളത് കൃത്യമായി തെളിയിച്ചു നൽകിയിരിക്കുകയാണ് കെ ശൈലജ എന്ന കേരളത്തിന്റെ ആരോഗ്യമന്ത്രി. മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി മധ്യേ എന്തെങ്കിലും സംഭവിച്ചു പോകും എന്നുള്ള ഒരു സൂചന അല്ലെങ്കിൽ ഒരു റിസ്ക് എടുക്കേണ്ട എന്ന് വിചാരിച്ച് ആരോഗ്യമന്ത്രി ആ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തി. ആംബുലൻസ് അധികൃതരും ചൈൽഡ് പ്രൊട്ടക്ട് അധികൃതരുമായി മന്ത്രി ഉടൻ തന്നെ ബന്ധപ്പെടുന്നു. മന്ത്രി കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം അവരോട് അറിയിക്കുന്നു. മന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, തിരുവനന്തപുരത്തേക്ക് ആ ആംബുലൻസിനെ കൊണ്ടുപോകേണ്ടതില്ല. അത് റിസ്ക് ആണ്. ഒരു കുഞ്ഞിന്റെ ജീവൻ വെച്ച് നിങ്ങൾ ഒരു പരീക്ഷണത്തിന് തയ്യാറാവരുത്. മറിച്ച് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുപോവുക. എന്ത് ചികിത്സ വന്നാലും അത് സർക്കാർ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. അതിൽ നിങ്ങളൊരു ഭയവും വേണ്ട എന്ന് ചൈൽഡ് പ്രൊട്ടക്ട് ടീമിനെയും മറ്റുള്ള അധികൃതരെയും അറിയിച്ചു. എന്നാൽ ആ സമയം ആദ്യഘട്ടത്തിൽ ചൈൽഡ് പ്രൊട്ടക്ട് ടീം ഇക്കാര്യം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അവരൊരു വാശിയിൽ നിന്നു. എന്നാൽ പിന്നീട് മന്ത്രിയുടെ തീരുമാനമായിരുന്നു ശരി എന്ന് അവർക്ക് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അവർ തന്നെ അമൃതയിലേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നീട് ആ കുഞ്ഞ് സുരക്ഷിതമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. മന്ത്രിയുടെ ഇടപെടലിന് പുറമെ ചൈൽഡ് പ്രൊട്ടക്ട് ടീമും ആംബുലൻസിന്റെ ഡ്രൈവറും കയ്യടി അർഹിക്കുന്നവരാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തതിന്. അത് മാത്രമല്ല, ഒരു ആരോഗ്യമന്ത്രി കൃത്യമായ സമയത്ത് ഇടപെടൽ നടത്തുന്നു. ആ ഇടപെടൽ പരിപൂർണമായിട്ടുള്ള വിജയത്തിലേക്ക് കടന്നു പോകുന്നു. കുഞ്ഞിന്റെ ജീവൻ വെച്ച് ഒരു കളിക്ക് നിൽക്കരുത് എന്നുള്ള ഒരു ഉപദേശം നൽകി സർക്കാർ തന്നെ ആ കുഞ്ഞിന്റെ മുഴുവൻ ചിലവും ഏറ്റെടുക്കാം എന്ന് പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനത്തിൽ പുറത്തു വന്ന ഒരു കാര്യമുണ്ട്. കെ സുധാകരൻ, കെ ശൈലജ എന്നത് ഒരു സ്ത്രീയാണ്. കേരളത്തിന്റെ തന്റെ ഇടമുള്ള ഒരു ആരോഗ്യ മന്ത്രിയാണ്. ആ മന്ത്രിയാണ് നിങ്ങളുടെ ആ ദൃശ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, ആരോഗ്യമന്ത്രിയായിട്ടുള്ള കെ ശൈലജയുടെ പുതിയ പദ്ധതി, അത് മാത്രമല്ല 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്, ഹൃദയരോഗികളായിട്ടുള്ള കുട്ടികൾക്ക് സർക്കാർ വക പരിപൂർണ സൗജന്യത്തോടു കൂടി ചികിത്സ ചെയ്തു കൊടുക്കുന്ന പദ്ധതിയായിട്ടുള്ള ഹൃദ്യം പദ്ധതിയും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് കെ ശൈലജയിലൂടെയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആ പദ്ധതിയിലൂടെ 1000-ഓളം കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. അത് സർക്കാരിന്റെ ഒരു നേട്ടമാണ്. ആരോഗ്യമന്ത്രി കെ ശൈലജയുടെയും ഒരു നേട്ടം തന്നെയാണ്. അതുകൊണ്ട് കെ സുധാകരന് കൃത്യമായിട്ടുള്ള മറുപടി കെ ശൈലജയുടെ പ്രവർത്തനത്തിൽ നിന്നും തന്നെ ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ ദൃശ്യം പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറയേണ്ടത് നിർബന്ധമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രവുമല്ല, അങ്ങനെ സ്ത്രീ സമൂഹത്തെ ആകെപ്പാടെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് തന്നെ അത് തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒന്ന്, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, ഇന്ദിരാഗാന്ധി, ഈ 3 വനിതകളും കോൺഗ്രസിന്റെ തലപ്പത്ത് നിന്നവരാണ്. ഇപ്പോൾ രണ്ടുപേരും നിൽക്കുന്നവരാണ്. ഒരാൾ മരണപ്പെട്ടു പോവുകയും ചെയ്തു. ആ മരണപ്പെട്ടു പോയ ഇന്ദിരാഗാന്ധിയെ ഇന്ത്യയിലെ ഓരോ ജനങ്ങളും വിശേഷിപ്പിക്കുന്നത് ഉരുക്ക് വനിത എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ഇന്ത്യയെ വിറപ്പിച്ച ഒരു സ്ത്രീയാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി. അപ്പോ സ്ത്രീ സമൂഹത്തെ കുറച്ചു കാണുന്നതിനോട് പരിപൂർണമായും വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതിരിക്കട്ടെ. കാരണം കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായ നിങ്ങളെ പോലെയുള്ള ഒരാളിൽ നിന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ദൃശ്യങ്ങളിൽ നിന്നും കടന്നു വരുമ്പോൾ അത് തീർച്ചയായും സങ്കടപ്പെടുത്തുന്നതാണ്. അത്തരം വിഷയങ്ങളിൽ ഒരു മാപ്പ് നിങ്ങളിൽ നിന്നും പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.